നമസ്കാരം സുഹൃത്തുക്കളെ, ചാണക്യലോകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒറ്റപ്പെട്ടുപോയവർക്കും വിശ്വസിച്ചവരാൽ ചതിക്കപ്പെട്ടവർക്കും വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. നമ്മളെ തള്ളിക്കളഞ്ഞവർക്കു മുന്നിൽ എങ്ങനെ തലയുയർത്തി നിൽക്കാം? ഇതിഹാസ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ കഴിയുന്ന 5 മാരക തന്ത്രങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ജീവിത വിജയത്തിനായുള്ള ഇത്തരം അറിവുകൾക്കായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വിശ്വസിച്ചവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടോ? കൂടെ നിൽക്കുമെന്ന് കരുതിയവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ആ വേദനയിൽ തളർന്നിരിക്കാതെ നിങ്ങളെ തള്ളിക്കളഞ്ഞവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന രീതിയിൽ എങ്ങനെ തലയുയർത്തി ജീവിക്കാം? അതിന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യന്റെ ജീവിതത്തേക്കാൾ വലിയ പാഠം വേറെയില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചതിച്ചവർക്ക് മുന്നിൽ വിജയിച്ചു കാണിക്കാനുള്ള ചാണക്യന്റെ 5 വഴികളെക്കുറിച്ചാണ്. 1. വിജയമാണ് ഏറ്റവും വലിയ പ്രതികാരം. സുഹൃത്തുക്കളെ, ചാണക്യന്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത അധ്യായം നടക്കുന്നത് മഗധയിലെ രാജകൊട്ടാരത്തിലാണ്. അന്ന് വിശ്വപ്രസിദ്ധമായ തക്ഷശിലയിലെ ആചാര്യനായിരുന്ന ചാണക്യൻ ഗ്രീക്ക് അധിനിവേശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ മഗധയിലെ രാജാവായ ധനനന്ദന്റെ അടുത്തേക്ക് പോയി. എന്നാൽ അഹങ്കാരിയായ ധനനന്ദൻ ചാണക്യന്റെ വിരൂപമായ രൂപത്തെ പരിഹസിക്കുകയും സദസ്സിൽ വെച്ച് പരസ്യമായി അപമാനിക്കുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ചു നോക്കൂ. ആ വലിയ സദസ്സിൽ വെച്ച് ഭടന്മാർ ചാണക്യനെ കഴുത്തിനു പിടിച്ച് തള്ളപ്പുറത്താക്കി. ആ തള്ളലിൽ നിലത്ത് വീണ ചാണക്യന്റെ കുടുമ ശിഖ അഴിഞ്ഞുപോയി. ആ അപമാനത്തിന്റെ നിമിഷത്തിൽ നിലത്ത് കിടന്നുകൊണ്ട് ചാണക്യൻ കരയുകയല്ല ചെയ്തത്. പകരം ആ കൊട്ടാരത്തെ വിറപ്പിക്കുന്ന ഒരു സിംഹഗർജനം പോലെ അദ്ദേഹം ഒരു പ്രതിജ്ഞയെടുത്തു. അഴിഞ്ഞുലഞ്ഞ തന്റെ മുടിയിഴകൾ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം പറഞ്ഞു, അഹങ്കാരിയായ ധനനന്ദ, നിന്റെ ഈ നന്ദവംശത്തെ വേരോടെ പിഴുതെറിഞ്ഞ് ഈ മഗധയിൽ ഒരു ധർമ്മസാമ്രാജ്യം സ്ഥാപിക്കുന്നതുവരെ ഞാൻ ഈ കുടുമ കെട്ടില്ല. അതാണ് ചാണക്യൻ. ചതിച്ചവർക്കും അപമാനിച്ചവർക്കും മുന്നിൽ തളർന്നുപോകുന്ന സാധാരണക്കാരനല്ല അദ്ദേഹം. തന്റെ അപമാനത്തെ ഒരു വലിയ ലക്ഷ്യമാക്കി മാറ്റിയ മഹാതന്ത്രജ്ഞൻ. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്: നിങ്ങളെ ആരെങ്കിലും അപമാനിച്ചാൽ, ചതിച്ചാൽ അവരോട് അപ്പോൾ തന്നെ തർക്കിക്കാൻ പോകരുത്. നിങ്ങളുടെ ദേഷ്യം പുറത്തു കാണിക്കരുത്. പകരം ആ അപമാനത്തെ മനസ്സിൽ ഒരു തീക്കനലായി സൂക്ഷിക്കുക. നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുക. ചാണക്യൻ പിന്നീട് ചെയ്തതെന്താണ്? ഒരു സാധാരണക്കാരനായ ചന്ദ്രഗുപ്തനെ കണ്ടെത്തി അവനെ പരിശീലിപ്പിച്ച് ഒരു വലിയ സൈന്യത്തെ ഉണ്ടാക്കി ധനനന്ദനെ തോൽപ്പിച്ച് മഗധയുടെ ചക്രവർത്തിയാക്കി. നിങ്ങളെ വേണ്ടെന്ന് വെച്ചവർ, നിങ്ങളെ പരിഹസിച്ചവർ, അവരൊക്കെ നിങ്ങളുടെ വിജയത്തിന്റെ വാർത്ത കേട്ട് അത്ഭുതപ്പെടണം. നിങ്ങൾ നേടിയെടുത്ത വലിയ വിജയമായിരിക്കണം അവർക്ക് നൽകാവുന്ന ഏറ്റവും ക്രൂരമായ പ്രതികാരം. അതുകൊണ്ട് കരയാതെ, തളരാതെ വിജയത്തിലേക്ക് കുതിക്കുക. പോയിന്റ് 2. നിശബ്ദത ഒരു മാരക ആയുധമാക്കുക. സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയാമോ? നമുക്കൊരു വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ചതിച്ചവരോട് എന്തെങ്കിലും കാട്ടിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് എല്ലാവരോടും വിളിച്ചു പറഞ്ഞു നടക്കും. ഞാനത് ചെയ്യാൻ പോവുകയാണ്, ഞാൻ ഇവനെ തോൽപ്പിക്കും എന്നൊക്കെ. എന്നാൽ ചാണക്യൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോലും നിങ്ങളുടെ മനസ്സിലെ തന്ത്രങ്ങൾ പങ്കുവയ്ക്കരുത്. കാരണം നാളെ അവൻ നിങ്ങളുടെ ശത്രുവായാൽ ആ തന്ത്രങ്ങൾ നിങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കപ്പെടാം. നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ, നിങ്ങളെ ചതിച്ചവർ, അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ തളർന്നുപോയി എന്നാണ്. നിങ്ങൾ കരഞ്ഞു തീർക്കുകയാണെന്ന് അവർ കരുതട്ടെ. അവർക്കു മുന്നിൽ നിങ്ങൾ പുഞ്ചിരിയോടെ ശാന്തമായി നടക്കുക. പക്ഷേ ആ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു വലിയ കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർ അറിയരുത്. ചാണക്യൻ ധനനന്ദനെ തോൽപ്പിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ അത് കൊട്ടിഘോഷിച്ചല്ല ചെയ്തത്. നിശബ്ദമായി കാടുകളിലും ഗ്രാമങ്ങളിലും നടന്ന് ജനങ്ങളെ സംഘടിപ്പിച്ചു. തന്റെ തന്ത്രങ്ങൾ ശത്രു അറിയുന്നതിന് തൊട്ടുമുമ്പുവരെ അതീവ രഹസ്യമായി സൂക്ഷിച്ചു. നിങ്ങളും അതുതന്നെയാണ് ചെയ്യേണ്ടത്. നിശബ്ദതയെ ഒരു ആയുധമാക്കുക. നിങ്ങൾ എന്തു പഠിക്കുന്നു, എന്തു ജോലി ചെയ്യുന്നു, എത്ര രൂപ സമ്പാദിക്കുന്നു, നിങ്ങളുടെ അടുത്ത നീക്കമെന്താണ്, ഇതൊന്നും ലോകം അറിയേണ്ടതില്ല. നിങ്ങളെ തോൽപ്പിക്കാൻ കാത്തിരിക്കുന്ന ശത്രുക്കൾക്ക് നിങ്ങളുടെ നീക്കങ്ങളെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാകരുത്. നിങ്ങളുടെ കഠിനാധ്വാനം നിശബ്ദമായിരിക്കട്ടെ. ആ നിശബ്ദതയിൽ നിങ്ങൾ സ്വയം വളരുക. ഒടുവിൽ നിങ്ങൾ വിജയിക്കുമ്പോൾ ആ വിജയത്തിന്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ ലോകം കേൾക്കണം. നിങ്ങളെ പരിഹസിച്ചവർ ആ വിജയം കണ്ട് അത്ഭുതപ്പെടണം. ഇവൻ എപ്പോഴാണ് ഇത്രയും വളർന്നത് എന്ന് അവർ ചിന്തിക്കണം. നിങ്ങളുടെ മറുപടി വാക്കുകളിലൂടെയല്ല, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയായിരിക്കണം. അതുകൊണ്ട് സുഹൃത്തേ, വർക്ക് ഇൻ സൈലൻസ്, ലെറ്റ് സക്സസ് മേക്ക് ദ നോയ്സ്. പോയിന്റ് 3. അറിവാണ് ഏറ്റവും വലിയ കരുത്ത്. ദ പവർ ഓഫ് നോളജ്.
സുഹൃത്തുക്കളെ, നിങ്ങളെ ചതിച്ചവർക്കും ഒറ്റപ്പെടുത്തിയവർക്കും നിങ്ങളെ എങ്ങനെയാണ് തോൽപ്പിക്കാൻ കഴിഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ കരുതിയത് നിങ്ങൾ അവരെക്കാൾ താഴെയാണെന്നാണ്. നിങ്ങളുടെ കയ്യിൽ പണമില്ലെന്നോ സ്വാധീനമില്ലെന്നോ ഉള്ള അഹങ്കാരമാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത്. ചാണക്യൻ പറയുന്നു, വിദ്യാധനം സർവധനാൽ പ്രധാനം. അതായത്, ഒരാൾക്ക് നിങ്ങളുടെ പണം മോഷ്ടിക്കാം, നിങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാം, പക്ഷെ നിങ്ങളുടെ തലയിലുള്ള അറിവ് ആർക്കും തൊടാൻ പോലും കഴിയില്ല. ചാണക്യൻ ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയ സൈന്യമോ ആയുധങ്ങളോ സ്വർണമോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളെ വിറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എങ്ങനെ? തന്റെ ബുദ്ധികൂർമ്മതയും അറിവും കൊണ്ട് മാത്രം. നിങ്ങളെ വേണ്ടെന്ന് വെച്ചവർക്ക് മുന്നിലൂടെ തലയുയർത്തി നടക്കണമെങ്കിൽ നിങ്ങൾ സ്വയം ഒരു ബ്രാൻഡായി മാറണം. അതിന് നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യണം. 1. അറിവ് സമ്പാദിക്കുക. നിങ്ങളുടെ മേഖല ഏതോ ആകട്ടെ, അതിൽ മറ്റാരേക്കാളും അറിവുള്ളവനായി നിങ്ങൾ മാറുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ ലോകം കേട്ടിരുന്നു പോകണം. 2. കഴിവ് മിനുക്കിയെടുക്കുക. സ്കില്ലപ്പ്. ഇന്നലെ ഉണ്ടായിരുന്ന നിങ്ങളല്ല ഇന്നായിരിക്കേണ്ടത്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. സാമ്പത്തികമായി എങ്ങനെ വളരാം എന്ന് പഠിക്കുക. ഓർക്കുക, ലോകം എപ്പോഴും കരുത്തുള്ളവന്റെ കൂടെയാണ് നിൽക്കുന്നത്. ആ കരുത്ത് വരുന്നത് ശരീരത്തിൽ നിന്നല്ല, നിങ്ങളുടെ തലച്ചോറിൽ നിന്നാണ്. നിങ്ങൾ ഒരു വലിയ പണ്ഡിതനോ ഒരു വലിയ ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ഏറ്റവും മികച്ച ആളോ ആയി മാറിക്കഴിഞ്ഞാൽ, ഇന്നലെ നിങ്ങളെ പുച്ഛിച്ചവർ നാളെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റിനായി കാത്തുനിൽക്കും. നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോലും പേടിയായിരിക്കും. കാരണം നിങ്ങളുടെ അറിവ് നിങ്ങളെ അത്രയും ഉയരത്തിലെത്തിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് സുഹൃത്തേ, തളർന്നിരിക്കാതെ പുസ്തകങ്ങൾ വായിക്കൂ, പുതിയ കാര്യങ്ങൾ പഠിക്കൂ. നിങ്ങൾ എത്രത്തോളം അറിവ് നേടുന്നുവോ അത്രത്തോളം വലിയ സിംഹാസനങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കും. പോയിന്റ് 4. വികാരങ്ങളെ ചങ്ങലക്കിടുക. മാസ്റ്റർ യുവർ ഇമോഷൻ. നമ്മൾ വിശ്വസിച്ചവർ നമ്മളെ ചതിക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടാകും. ദേഷ്യം, സങ്കടം, പ്രതികാരം ചെയ്യാനുള്ള വെപ്രാളം, ഇതെല്ലാം കൂടി നമ്മുടെ ബുദ്ധിയെ ശ്വാസം മുട്ടിക്കും. ചാണക്യൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ദേഷ്യം എന്നത് നിങ്ങളുടെ ബുദ്ധിയെ കാർന്നു തിന്നുന്ന ചിതലാണ്. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ ശത്രുവിന് കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളെപ്പോൾ നിയന്ത്രണം വിടുന്നുവോ അപ്പോൾ ശത്രുവിന് നിങ്ങളെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയും. ചാണക്യനെ ധനനന്ദൻ അപമാനിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അലറി വിളിക്കുകയോ രാജാവിനെ അടിക്കാൻ ചെല്ലുകയോ ചെയ്തില്ല. ആ ദേഷ്യം അദ്ദേഹം ഉള്ളിൽ അടക്കിപ്പിടിച്ചു. ആ വികാരത്തെ അദ്ദേഹം ഒരു ലക്ഷ്യമാക്കി മാറ്റി. ഒറ്റപ്പെടുത്തിയവർ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ തളർന്നു പോകണം, നിങ്ങൾ നിലവിളിക്കണം, നിങ്ങൾ പിച്ചക്കാരനെപ്പോലെ അവരുടെ മുന്നിൽ ചെല്ലണം. ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവർക്ക് ആ സന്തോഷം നിങ്ങൾ നൽകരുത്. നിങ്ങളെ ചതിച്ചവർക്ക് മുന്നിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരിക്കണം. ആ പുഞ്ചിരിയാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവൻ തളരുന്നില്ലല്ലോ എന്നവർ ചിന്തിക്കുമ്പോൾ അവിടെയാണ് നിങ്ങളുടെ വിജയം തുടങ്ങുന്നത്. വികാരങ്ങൾക്ക് അടിമയാകരുത്, വികാരങ്ങളെ നിങ്ങളുടെ അടിമയാക്കുക. ശത്രുവിനെ തകർക്കാൻ ദേഷ്യം പോരാ, തണുത്ത ബുദ്ധിയോടെയുള്ള തന്ത്രമാണ് വേണ്ടത്. സിംഹം ഇരയെ പിടിക്കാൻ പോകുമ്പോൾ അലറില്ല, അത് അതീവ ശാന്തമായിരിക്കും. ആ ശാന്തതയാണ് അതിന്റെ കരുത്ത്. അതുകൊണ്ട് സുഹൃത്തെ, നിങ്ങളുടെ സങ്കടവും ദേഷ്യവും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കരുത്. അത് ഉള്ളിലൊരു തീയായി സൂക്ഷിക്കുക. ആ തീ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ധനമായി മാറട്ടെ. പോയിന്റ് 5. ഏകാന്തതയെ കരുത്താക്കുക. ദ പവർ ഓഫ് സോളിറ്റ്യൂഡ്. സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഈയൊരു പോയിന്റ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. നമ്മളെല്ലാവരും പേടിക്കുന്നത് ഒന്നിനെയാണ്, ഒറ്റപ്പെട്ടു പോകുക എന്നത്. ചതിക്കപ്പെടുമ്പോൾ നമ്മൾ ആദ്യം അനുഭവിക്കുന്നത് ആ ഏകാന്തതയാണ്. എന്നാൽ ചാണക്യൻ പറയുന്നത് കേൾക്കൂ. സിംഹം എപ്പോഴും ഒറ്റയ്ക്കാണ് നടക്കുന്നത്, ആടുകളാണ് കൂട്ടമായി വരുന്നത്. നിങ്ങളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയെങ്കിൽ സന്തോഷിക്കുക. കാരണം ലോകത്തെ വലിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ഒറ്റയ്ക്ക് നടക്കാൻ ധൈര്യം കാണിച്ചവരാണ്. ചാണക്യൻ മഗധയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ അദ്ദേഹം വെറും ഒരു സാധാരണക്കാരനായിരുന്നു. കൂടെ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഏകാന്തതയിലാണ് അദ്ദേഹം ഇന്ത്യയെ മുഴുവൻ അടക്കി ഭരിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞത്. ഓർക്കുക, നിങ്ങളുടെ തണലായി ആരുമില്ലെങ്കിൽ ആകാശമാണ് നിങ്ങളുടെ മേൽക്കൂര എന്ന് മനസ്സിലാക്കുക. മറ്റൊരാളുടെ തോളിൽ കൈവച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ വേഗതയിലേ സഞ്ചരിക്കാൻ കഴിയൂ. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ കുതിക്കാൻ കഴിയും. നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ കാണട്ടെ, നിങ്ങൾ തളർന്നു വീഴുകയല്ല, മറിച്ച് സ്വന്തമായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണെന്ന്. ചാണക്യൻ ചന്ദ്രഗുപ്തൻ എന്ന ഒരു സാധാരണ കുട്ടിയെ കണ്ടെത്തി അവനെ ചക്രവർത്തിയാക്കി മാറ്റിയത് തന്റെ ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണ്. മറ്റുള്ളവരുടെ അംഗീകാരത്തിനുവേണ്ടി കാത്തുനിൽക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒറ്റയ്ക്കിറങ്ങിത്തിരിക്കുക.
വിജയിച്ചു കഴിയുമ്പോൾ നിങ്ങളെ വേണ്ടെന്ന് വെച്ചവരൊക്കെ നിങ്ങളുടെ നിഴലായി മാറാൻ ആഗ്രഹിക്കും. പക്ഷേ അന്ന് നിങ്ങൾ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയണം, എനിക്ക് തണലായി ആരുമില്ലാതിരുന്നപ്പോഴും എനിക്ക് കൂട്ടിന് എന്റെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സുഹൃത്തേ, ഒറ്റയ്ക്കാണെന്നോർത്ത് സങ്കടപ്പെടരുത്. ആ ഏകാന്തതയെ നിങ്ങളുടെ കരുത്താക്കി മാറ്റുക. ലോകം നിങ്ങളെ തേടിവരും. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 5 ചാണക്യതന്ത്രങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് തകർച്ചയിൽ നിന്ന് ഉദിച്ചുയരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഉപയോഗിക്കാവുന്ന ബ്രഹ്മാസ്ത്രങ്ങളാണ്. ഓർക്കുക, നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ നിങ്ങളെ തളർത്താനാണ് ശ്രമിച്ചത്. പക്ഷേ അവർ അറിയുന്നില്ല അവർ നിങ്ങളെ ഒരു പോരാളിയായി മാറ്റുകയാണെന്ന്. നിങ്ങളെ ചതിച്ചവർ നിങ്ങളെ ചതിക്കുകയല്ല ചെയ്തത്, മറിച്ച് ലോകത്തെ വിശ്വസിക്കുന്നതിനു മുൻപ് നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആചാര്യ ചാണക്യൻ കാണിച്ചു തന്നതുപോലെ വിജയത്തിലൂടെ പ്രതികാരം ചെയ്യുക, നിശബ്ദതയെ ആയുധമാക്കുക, അറിവിനെ കരുത്താക്കുക, വികാരങ്ങളെ നിയന്ത്രിക്കുക, എല്ലാറ്റിനുമുപരി ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്നലെ നിങ്ങളെ നോക്കി പരിഹസിച്ചവർക്ക് മുൻപിലൂടെ നാളെ നിങ്ങൾ തലയുയർത്തി നടക്കുമ്പോൾ ലോകം നിങ്ങളെ നോക്കി പറയും, ഇതാണ് യഥാർത്ഥ വിജയി എന്ന്. ആ വിജയത്തിലേക്കുള്ള യാത്രയിൽ ചാണക്യലോകം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്കൊരു ചെറിയ മാറ്റമെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കരുത്തുറ്റ ആശയങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അവസാനം വരെ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.